അശോക് കുമാർ അങ്ങനെ ഒരു അഭിനന്ദനം അല്ല ഔദ്യോഗികമായിട്ട് വരേണ്ടതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള സംശയം കൂടി ഇവിടെ സിബി ഉന്നയിച്ചിരുന്നു. അതിനുള്ള മറുപടി ശ്രീ ടി കെ അശോക് കുമാർ. ശ്രീ മഞ്ജുഷ്, ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്കാരെല്ലാം ആ വിജയം ഉണ്ടായ ആ നിമിഷം തന്നെ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ, ട്വിറ്റർ ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, അവിടെയൊക്കെ ഈ പടവും വീഡിയോയും ഷെയർ ചെയ്യുന്നതാണ് കോടിക്കണക്കിന് ആളുകൾ. അതാണ് നമ്മൾ കാണുന്നത്. ആ സമയത്ത് കോൺഗ്രസ് അത് ദേശീയ നേതൃത്വം അത് ചെയ്തില്ല എന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇത് ദേശീയ നേതൃത്വം ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ അതിനെ അഭിനന്ദിക്കേണ്ടതില്ല എന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. അതായത് മുൻ ധാരണ പ്രകാരം ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ അതിനെ അഭിനന്ദിക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് പ്ലാൻ ചെയ്തിട്ടില്ല എങ്കിൽ അത് സംഭവിക്കുമായിരുന്നു. അതല്ലേ യഥാർത്ഥ വസ്തുത. അത് സ്വാഭാവികമായി വരുന്ന ആഹ്ലാദമല്ലേ. നമ്മുടെ അമ്മയ്ക്കൊരു നേട്ടമുണ്ടാകുമ്പോൾ നമ്മൾ ആഹ്ലാദിക്കുന്ന സ്വാഭാവികമായി നമ്മുടെ മുഖത്ത് വിരിയുന്ന ആഹ്ലാദം പോലെയാണ്. കഴിഞ്ഞ ദിവസവും 2-3 ദിവസമായിട്ട് രാഹുലും അമ്മയും സഹോദരിയും വയനാട്ടിലുണ്ട്. നന്നായിട്ട് വൈകാരിക പ്രകടനം നടത്താൻ പറ്റുന്ന ആളാണ് രാഹുൽ എന്ന് നമുക്കറിയാം. സഹോദരിയെ കെട്ടിപ്പിടിക്കുന്നു, അമ്മയെ ആശ്ലേഷിക്കുന്നു, അമ്മയും സഹോദരിയും ഒന്നിച്ചു ചേർന്ന് വളരെയധികം സന്തോഷിക്കുന്നു. അപ്പൊ രാഹുലിന് അമ്മയോടുള്ള, സോണിയാഗാന്ധിയോടുള്ള അതേ വികാരമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കും ഈ നാട്ടിലെ കോടിക്കണക്കിന് വരുന്ന ഇന്ത്യക്കാർക്കും ഭാരതാംബയോടുള്ളത്. അതാണ് അതിവൈകാരികത. അതിനെ നിങ്ങൾ അതിവൈകാരിക എന്ന് വിളിച്ചാൽ ഞങ്ങൾക്കത് ഒരു അലങ്കാരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അല്ലാതെ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഭരണപക്ഷ നിരയിലേക്ക് പോയി നരേന്ദ്രമോദിയെ ആശ്ലേഷിച്ചതിനു ശേഷം തിരിച്ചു വന്നിരുന്ന് കണ്ണിറുക്കി കാണിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ആ കാപട്യമുണ്ടല്ലോ, അതല്ല ഞങ്ങളുടേത്. ഞങ്ങളുടേത് യഥാർത്ഥ രാജ്യസ്നേഹമാണ്. അതിനോടൊപ്പം നിൽക്കുന്നു. ഞങ്ങൾ ഇത് സാങ്കേതികമായിട്ട് ഉണ്ടായതല്ല, ഇത് അറിയാതെ പറ്റിയാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം കേരളം പോലുള്ള സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് ജമാഅത്ത് ഇസ്ലാമിയെ വെള്ളം പൂശുന്നു. ജമാഅത്ത് ഇസ്ലാമിയാണ് ലോകത്തിൽ എല്ലായിടത്തും തീവ്ര ചിന്താഗതിക്ക് നേതൃത്വം നൽകുന്നത്. ജമാഅത്ത് ഇസ്ലാമിയെ പോലെ തീവ്ര ഇസ്ലാമിക സംഘടനകളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്നതെന്ന് ഞങ്ങൾ ആശങ്കപ്പെടുന്നു. ഈ രാജ്യം ആശങ്കപ്പെടുന്നു. അതിന്റെ കഴിഞ്ഞ ദിവസം ഈ ഒരാഴ്ചയായിട്ട് രാഹുലും കുടുംബവും എന്തിനാണ് വയനാട്ടിൽ തങ്ങുന്നതിനെ കുറിച്ചൊരു ചർച്ച നടക്കുന്നത്. ഞാനിത് പറയാൻ കാര്യം, ഞാൻ വയനാട് മണ്ഡലത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇപ്പൊ സംസാരിക്കുന്നത്. ഞാൻ ഇവിടുത്തെ വോട്ടറാണ്. അപ്പൊ നമുക്കറിയാൻ കഴിയുന്നത് രഹസ്യ വിവരങ്ങള്, ഇവിടെ ഒരു 10-20 ഏക്കർ സ്ഥലം നോക്കി വെക്കുന്നു. കേരളത്തിലേക്ക് കുടുംബം അടക്കം വന്ന് താമസിക്കാനുള്ള പ്ലാനിംഗ് ഒക്കെ നടക്കുന്നു. നരേന്ദ്രമോദി 12 വർഷക്കാലം ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരുന്നതിന് ശേഷം ഡൽഹിയിൽ വന്നു. ഇപ്പൊ 12 വർഷം തികയുന്നു. 12 വർഷം ഡൽഹിയിൽ എങ്ങനെങ്കിലും അധികാരം പിടിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ച് പരാജയപ്പെട്ട രാഹുലും കുടുംബവും കേരളത്തിലേക്ക് വരികയാണ്, വയനാട്ടിലേക്ക് വരികയാണ്. ഞങ്ങളുടെ ഒരു ആശങ്ക എന്താ വെച്ചാൽ, ഞങ്ങൾ വിചാരിക്കുന്നത് ഒരുപക്ഷെ കേരള സംസ്ഥാനത്തിൽ അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി രാഹുൽ ഗാന്ധി ശ്രമിക്കുമോ എന്നതാണ് ഞങ്ങൾ കരുതുന്നത്. യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, ഗീബൽസ് എന്നൊരു പ്രയോഗം, അതായത് രാജ്യസ്നേഹികളെല്ലാം ഗീബൽസുമാരാണ്. ദേശീയത പ്രചരിപ്പിക്കുന്ന ഗീബൽസിന്റെ ആശയമാണ്. ഗീബൽസ് ആരാണെന്ന് രാജ്യം ഓരോ ദിവസവും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചൌക്കിദാർ ചോർ എന്ന് പറഞ്ഞു. റഫാൽ ഇടപാടിന്റെ പേരിൽ വിമർശനം. ഞാൻ സിബിയുടെ ശ്രദ്ധയിലേക്ക് സിബി ചോദിച്ചിരുന്നു, എന്തിനാണ് കോൺഗ്രസ് അവരുടെ ഔദ്യോഗിക ഹാൻഡിലുകളിലും രാഹുൽ ഗാന്ധി എന്തിനാണ് ഇങ്ങനെ അഭിനന്ദിക്കേണ്ടത്? അങ്ങനെ നിർബന്ധമില്ലല്ലോ എന്നല്ലേ സിബി അർത്ഥമാക്കിയത്? ഏറ്റവും ശരി, അശോക് കുമാർ വരാം താങ്കളിലേക്ക്. ശ്രീ സിബി, ഏറ്റവും ഒടുവിൽ ഈ T20 ചാമ്പ്യൻഷിപ്പ് ഇന്ത്യ 2020 വേൾഡ് കപ്പ് നേടിയ സമയത്ത് കഴിഞ്ഞ ജൂണിലാണല്ലോ, 2024 ജൂണിലാണ് ഇന്ത്യയുടെ T20 വിൻ. സൂര്യകുമാർ യാദവിൻ്റെ ആ ക്യാച്ചൊന്നും മറന്നിട്ടില്ല. ആ സമയത്ത് രാഹുൽ ഗാന്ധി അന്നത്തെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെയും സൂര്യകുമാർ യാദവിൻ്റെ ക്യാച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെയും അഭിനന്ദിച്ചുകൊണ്ട് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തതാണ്. അന്ന് എല്ലാവരുടെയും പ്രതികരണങ്ങൾ ചർച്ച ചെയ്ത സമയത്ത് രാഹുലിൻ്റെ പ്രതികരണവും അക്കാര്യത്തിൽ കാണിച്ചതുമാണ്. അപ്പോൾ ആ സമയത്ത് പറ്റുമായിരുന്നു. ഇപ്പോൾ മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ, അതുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത് ശ്രീ സിബി. അതുകൊണ്ട് കൂടിയാണ് ചർച്ചയാവുന്നത്. മഞ്ജുഷേ, ഒരു 1-2 കാര്യങ്ങൾ പറയാം. അതായത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഒന്നെന്ന് പറയുന്നത് ചിലപ്പോൾ രാഷ്ട്രീയപരമായ തീരുമാനമായിരിക്കാം, എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. പക്ഷെ എല്ലാ സംസ്ഥാന നേതാക്കന്മാരും അതിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കളി നടക്കുന്നത് വളരെ വളരെ സങ്കീർണവും കലുഷിതവുമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ്. നമ്മൾ ഇതിനകത്ത് കൂടുതൽ വലിയ എന്താ പറയുന്നത്, ഗവേഷണത്തിനൊന്നും പോകാതെ ലളിതമായിട്ട് 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള ക്രിക്കറ്റ് ബോഡി ഏതാണെന്നറിയാമോ? ഇന്ത്യയുടെ BCCI ആണ്. ഇന്ത്യയുടെ BCCIയുടെ തലവൻ ആരാണെന്നറിയാമോ? ജയ് ഷായാണ്, അമിത്ഷായുടെ മകൻ. ഓക്കെ, ഇപ്പൊ ഇതുപോലെ സന്ദർഭത്തിൽ ഏഷ്യ കപ്പ് പോലുള്ള പരിപാടിയിൽ ഇന്ത്യൻ ടീം പങ്കെടുക്കുന്നില്ലെന്ന് തീരുമാനിക്കാനും ഈ തീരുമാനിച്ചതിന് ശേഷം ഇതിനകത്ത് ഒരു പരിക്കുമില്ലാതെ ഇന്ത്യൻ ടീമിനെ രക്ഷിച്ചു കൊണ്ടുപോകാനും പറ്റുന്ന ബോഡിയാണ് BCCI.
ഇത്രയും വലിയൊരു സമരം, ഇത്രയും വലിയൊരു സംഘടന, ഇത്രയും വലിയൊരു യുദ്ധം നടക്കുമ്പോൾ, രണ്ട് രാജ്യം തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇത്രയും വഷളായിട്ടിരിക്കുമ്പോൾ, കാർഗിൽ യുദ്ധത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കളി എത്ര കാലം നിർത്തിവെച്ചു? എത്രയോ വർഷങ്ങൾ നിർത്തിവെച്ചു. ഇതുപോലൊരു തീരുമാനം എന്തുകൊണ്ട് ഈ സർക്കാർ എടുക്കാൻ സാധിച്ചില്ല? എന്തുകൊണ്ട് ഇതുപോലെ തീരുമാനം BCCIക്ക് എടുക്കാൻ സാധിച്ചില്ല? അതിന് പകരം അവിടെ ചെന്നിട്ട് ഈ പറഞ്ഞ നാണംകെട്ട കളികൾ കളിക്കുകയും ഈ പറഞ്ഞ മുഴുവൻ രാഷ്ട്രീയ ഒരു കളിക്കളത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന പരിപാടിയല്ലേ ചെയ്തത്. നമ്മൾ ഇതിന് പകരമായിട്ട് ഞാൻ മഞ്ജുഷിന്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ഒന്നിനെ ന്യായീകരിക്കുകയോ ചോദ്യം ചെയ്യുകയല്ല. പക്ഷെ സ്പോർട്സിനകത്ത് ചില മാന്യതകളുണ്ട്. ആ മാന്യതകളുടെ ഉദാഹരണമായിട്ട് ഈ മത്സരം നടക്കുന്നത് സ്ഥലത്ത് സമ്മാനദാനം നിർവഹിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എന്ന് കരുതുക. ജസ്റ്റ് ഒരു ഉദാഹരണം ഞാൻ പറയണം. വിജയിച്ചത് പാകിസ്ഥാനാണെന്ന് കരുതുക. അവർ ബഹിഷ്കരിക്കുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ഇന്ത്യക്കുണ്ടാവുന്ന നാണക്കേട് ആലോചിച്ച്. അപ്പൊ ഇതുപോലുള്ള പെറ്റിയായിട്ടുള്ള, അതായത് എന്താ പറയുന്നത്, രാഷ്ട്രീയം വളരെ വ്യത്യസ്തമായെന്നാണ്, കായികം വളരെ വ്യത്യസ്തമായെന്നാണ്. നിങ്ങൾക്ക് കായിക മത്സരങ്ങളിൽ ഏർപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള രാഷ്ട്രീയ വൈരം, പ്രാദേശിക വൈരം, രാജ്യവൈരം നിലനിൽക്കുന്നുണ്ടെങ്കിൽ മുൻകാലങ്ങളിൽ എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന പരിപാടി ബഹിഷ്കരിക്കലാണ്, കളിക്കുന്നില്ല എന്ന് പറയലാണ്, പിന്മാറലാണ്. അതിനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ഓപ്ഷൻ എടുക്കാതെ മറിച്ച് ഇത്രയും ഇത് പോയിട്ട് ക്രിക്കറ്റ് പോലെ മാന്യന്മാരുടെ കളി എന്ന് വിളിക്കപ്പെടുന്ന ഒരു നല്ല തെരഞ്ഞെടുപ്പ്